കല്ലെറിഞ്ഞ് അവന്റെ തല നോക്കി ഒരെണ്ണം കൊടുത്തത്. എന്ത് കാണിക്കാടാ? എന്ത് കാണിക്കണേ? നീ എന്താ കാണിക്കാ? തൊട്ടില് പഴശ്ശീനെ കിടത്തി ഇറക്കി തൊട്ടില്. ചെറുതന്നെ വഴിയിടാ. തമാശ ഹലോ ബഡീസ്. അപ്പോൾ നമ്മൾ വയനാട് എത്തിയിരിക്കുകയാണ്. വയനാട് നമ്മൾ ഇന്നലെ രാത്രി പോന്നു. രാത്രി അവിടെ നിന്ന് കയറി, പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലായിരുന്നു. അവിടെ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് കയറി രാത്രി ചുരം കയറി ഇങ്ങോട്ട് പോന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണിത്. വയനാട് കല്ലൂർക്കുന്ന് വാഗയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ട്, നമ്മൾ റെഡിയായി. ഇനി നമ്മൾ അരുവിയിൽ കുളിക്കാം, എല്ലാം എടുക്കും. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മളെല്ലാവരും പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് അജ്മൽ. അജ്മലെ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോ. അജ്മൽ ദുബായിലായിരുന്നു. ഇതാണ് ഉണ്ണി, ഞങ്ങൾ കൊച്ചു മുതലാളിയാണ്. ഇതാണ് ജിജോ ബ്രോ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. വണ്ടി പുലിയായിരുന്നു. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഷെറിന്റെ അപ്പച്ചൻ. അപ്പച്ചന്റെ പേര് ഓ വിഷ്വലോഗി. എന്റെ അമ്മോ, അടിപൊളിയല്ലേ? 8 പേര് കൊള്ളാട്ടാ. ഭയങ്കര ഫീലുണ്ട് ഇവിടെ. വയനാട്ടിൽ വരുന്ന ആൾക്കാർ ഇവിടെ വരാൻ നോക്കണം. ഭയങ്കര കിടിലൻ വ്യൂ ആണ്. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഭയങ്കര രസമുണ്ട്. കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ആണ്. കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു തണുത്ത കാറ്റാണ് എപ്പോഴും. ഉച്ചയാണ് ടൈം, വന്നാലും നല്ല ഫീലുണ്ട് ഇവിടെ വന്നിട്ട്. ഭയങ്കര രസമുണ്ട്. വ്യൂ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സൂപ്പർ. വരണ്ട ഒരു സ്ഥലം. അതെ, മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു വ്യൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രോനെ മീറ്റ് ചെയ്താൽ മതി. സമയം ഉണ്ടാവൂല, പുള്ളി തിരക്കാണ്. ഒരു തിരക്കില്ല, വരുമ്പോ നേരത്തെ വിളിച്ചിട്ട് വരണം. നല്ല പെമ്പിള്ളേരൊക്കെ ഉണ്ട് പുള്ളി. നല്ല ഞങ്ങൾക്ക് വലിയ നല്ല കൈകളൊന്നുമില്ല. എല്ലാം ഡിലീറ്റ് ചെയ്യണോ? നമ്മൾ അടുത്ത കൂടെ പോണോ? നമ്മൾ അടുത്തത് നമ്മളൊന്ന് റോപ്പി കയറണം എന്ന് പറയുന്നത്. എനിക്കൊന്ന് റോപ്പി കയറണം. എടാ റോപ്പ് പൊട്ടും. സിപ്പ് ലൈൻ വന്നിട്ട് 390 ആണ് പെർ പേഴ്സൺ വരുന്നത്. കേരളത്തിലെ ലോങ്സ്റ്റ് ആൻഡ് ഹൈസ്റ്റ് സിപ്പ് ലൈൻ ആണ്. ഹൈറ്റ് എന്തോരം? ഹൈറ്റ് 170 ഫീറ്റ് ഉണ്ട്. അറൗണ്ട് 170 ഫീറ്റ്. ലെങ്ത് വന്നിട്ട് 605 മീറ്റർ. ബാക്കിയുള്ളത് റൈഡ് സ്ലിംഗ് ഷോട്ട് ഉണ്ട്, പിന്നെ ബഞ്ചി ട്രാമ്പോളിനും ട്രാമ്പോളിൻ പാർക്കും ഉണ്ട്. അതിന്റെ കിഡ്സിന്റെ റൈഡാണ്. ഇവിടെ ഞങ്ങൾ ജീപ്പിലാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. ജീപ്പിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കും. ഈ പാർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പാർക്കിന് മുന്നിൽ വന്ന് ലാൻഡ് ആവും. അങ്ങനെയാണ് സിപ്പ് ലൈൻ്റെ ഒരു പ്രോസസ്. അപ്പൊ ഒരാൾക്ക് 390. ഓക്കെ. റോപ്പേ മേ ലോഞ്ച്.
കാരാപ്പുഴ നെല്ലാറ ചാലില നിൽക്കണത്. അധികം ആരും എടുക്കാത്തൊരു സ്ഥലമാണിത്. കാരാപ്പുഴ ഡാമിന്റെ വേറൊരു സൈഡാണ് അല്ലേ ശരി ബ്രോ? വേറെ സൈഡല്ലേ? അധികം ടൂറിസ്റ്റുകൾ എത്തിപ്പെടലില്ല. ഇതൊരു പബ്ലിസിറ്റി കിട്ടാത്തൊരു ഏരിയ ആയിരുന്നു. ഓഹോ, പക്ഷെ നല്ല കിടിലം വ്യൂ അല്ലേ? അത് നമുക്ക് അവിടെ പോയി നല്ല നല്ല കാറ്റ് കിട്ടും. അത് ഫിഷറീസിന്റെ സൊസൈറ്റിയാണ്. ഓക്കെ. അവിടുന്ന് മീൻ പിടിച്ചിട്ട് നമുക്ക് അവർ പിടിച്ചു തരും നമുക്ക്. ഓക്കെ. പിന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ അത് ജോലിക്കാരുണ്ട്. അല്ലാതെ നമുക്ക് സാധാരണക്കാർക്ക് ഒന്നും പോയിട്ട് പലയിട്ട് മീൻ പിടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈം പാസിന് വന്നിരിക്കുന്ന ചൂണ്ടിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വെള്ളത്തിൽ പോകരുത് കേട്ടോ. കർണാടകയിൽ കാണുന്ന പശുക്കളാ? അങ്ങനെയല്ല, കർണാടക ഈ ഗുണ്ടിപ്പേട്ട ഏരിയയിലൊക്കെ എത്തിയാലും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലോ. നമ്മൾ ആ പൂവൊക്കെ ഗുണ്ടിൽപേട്ട് പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും കിടക്കുക. വീടിനെ പിടിച്ചിട്ട് അതിന്റെ ചെവിയിട്ടേക്ക് ഒച്ചയിപ്പിക്കാം. നീ ഞങ്ങളെ ഒച്ച ഉണ്ടാക്കി ശല്യപ്പെടുത്തല്ലേ? അപ്പൊ നമ്മളിന്ന് കാരാപ്പുഴ ഡാമിൽ പോയി. പിന്നെ എവിടെ പോയത്? നമ്മള് നെല്ലാറ, പിന്നെ മറ്റേ ആനപ്പാറ. അപ്പൊ നമ്മള് ഇന്ന് രാത്രി നമ്മള് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു പുൽപ്പള്ളി ഏരിയ, ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പുൽപ്പള്ളി ഏരിയ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു മൃഗങ്ങളൊക്കെ ഉണ്ടാക്കണ്ട്. ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. അപ്പൊ നമ്മൾ നൈറ്റ് ഫുഡ് അടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അടിച്ചു പോയി. നിങ്ങൾ എന്തായാലും ആയതിനെ കാണും. അതെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെ. ഇതൊരു യോഗമാണ്. അങ്ങനെ കണ്ടാൽ നമുക്ക് കണ്ടത് ഏതെങ്കിലും മൃഗം നമ്മൾ മുന്നിൽ വന്ന് പെട്ടാൽ നമ്മൾ കാണും. രാത്രിയാണ്, ആന കറുത്തതുമാണ്. ടോർച്ചൊക്കെ എടുത്താ പോണത്. എന്തായാലും പോയി നോക്കാം. നമുക്ക് ഫുഡ് അടിച്ചിട്ട് നേരെ പോകും. ചിക്കനാണ്. ഉണ്ണിക്ക് കഞ്ഞിയാണ്, കാരണം വയറിളക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചിക്കൻ വേണ്ട, വയറ് പണിയുണ്ടായിരുന്നു. എന്താ എഴുത്തെന്താ സംഭവം? അത് ജണ്ട എന്ന് പറയും കേട്ടോ. ജണ്ട എന്ന് പറയും. ഫോറസ്റ്റിന്റെ അതിർത്തി നിശ്ചയിക്കുന്ന സാധനമാണ്. ഫോറസ്റ്റിന്റെ അതിർത്തി നിശ്ചയിക്കുന്നത്. ഫോറസ്റ്റിലേക്ക് കയറണല്ലോ. ഈ കല്ലുണ്ടോ? ഫോറസ്റ്റിലേക്ക് കയറണല്ലേ നമ്മള്. ഇതാണ് ജണ്ട. ഇതിന്റെ ഇപ്പുറ സൈഡ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് തുടങ്ങുന്നതിന് ഇവിടെ വരെ ഫോറസ്റ്റിന്റെ അതിർത്തിയാണ്. നമുക്ക് കടുവയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റൈറ്റ് ഇട്ടാ പോണം. നമുക്ക് ചിലപ്പോ ഇതൊക്കെ രാത്രി കാണുന്ന ഫീല് കിട്ടിയല്ല. ഭീകരത. അവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഓഫ് ചെയ്യാം. തമാശ പഴശ്ശിക്കുടീരം. എന്താണ് കൊള്ളാട്ട് ഫീല് കൊള്ളാം അല്ലേ? ആംബിയൻസ് കൊള്ളാം.
ഈ മരം അടുപ്പിട്ട് കത്തിച്ച പൊളിക്കാണ്. എന്താ നീ എന്താ അത് പോർച്ചക്കത്തിയ എൻ്റെ എല്ലാം മലപ്പുറം കത്തി നീ എന്താ തൊട്ടില് പഴശ്ശീനെ കിടത്തി ഇറക്കി തൊട്ടില്. ചരിത്ര പുരുഷനാണ്. കളിയാക്കി കഴിഞ്ഞ സീനാവും. ഇത്ര ഉണ്ടായിരുന്നു. ഡോൺ ടച്ച് ആണ് ഒരു സാധനം. നമ്മളെ ഇരുമ്പ് യുഗം. ഇതേ 4 കാലുള്ള മൺപാത്രം. 4 കാലുള്ള മൺപാത്രമാണ്. കഥ പറയണല്ലോ. ഇതെന്ത്? ഇതേ പാറൊക്കെ ഉണ്ട്. കടുവേനെ കാണിച്ചിട്ട് ഇതാണ് എൻട്രി പാസ്. നമ്മൾ കർണാടകയിലോട്ട് കയറണേണ്. ലോണി അതെ പശുവിനൊക്കെ ഉണ്ടായി. കേട്ട ആരാ കല്ലെറിഞ്ഞ് അവന്റെ തല നോക്കി കൊടുത്തത്. ഒറ്റക്കൊമ്പുള്ള അവന്റെ എറിഞ്ഞതാണ് അതിനായിട്ട്. അവനെന്ത് വലിയ അവന്റെ എറിയണ എടാ അവനെ ഇവിടെ പോയിട്ടില്ലാതെ എന്ത് കാണിക്കാടാ? എന്ത് കാണിക്കണേ? നീ എന്താ കാണിക്കാ? ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? കാണാമോ? 50 ರೂಪಾಯಿ. 50 ರೂಪಾಯಿ. എവ്വളോ അക്ക അക്ക തേനീശ വന്നിരിപ്പുണ്ട്. ചെറുതാണോ? അല്ല ഇതാണ് ഈച്ച. കയ്യിലൊക്കെ കഴിക്കണ്ട. പൈസ കൊടുത്ത് നോക്കി. പൈസ വരും. ഉണ്ണി പൈസ കൂടി പൈസ കൊടി ക്യാമറക്ക് 600 റുപ്യ അല്ലേ? 500 റുപ്യ. 40. കൊടുത്തേ.